ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേത്യാസ് മാജിക്. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചൊരു ഐറ്റം ആണ് കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ ചുക്കയാണ് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെയാണ് ചിക്കൻ ചുക്ക വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ ചിക്കനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. വഴറ്റിയല്ല കേട്ടോ, നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ ഞാനിവിടെ ചിക്കൻ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. 1 സ്പൂൺ ഗരം മസാല പൊടിയും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അല്ലാതെ മിക്സിയിലിട്ട് അടിച്ചെടുത്തതല്ല. നമ്മൾ ചതച്ചെടുത്ത് ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ, അതിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്, അല്ലാതെ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും 1 തക്കാളിയുടെ പകുതിയും. ചുക്കയിൽ തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പക്ഷേ ഒരു തക്കാളിയുടെ പകുതി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ സവാളയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 തൊട്ട് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇതിനി കുക്ക് ചെയ്തെടുക്കുന്ന ജോലിയേ നമുക്ക് ബാക്കിയുള്ളൂ. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നേരത്തെ സവാള ഫ്രൈ ചെയ്യാനെടുത്ത് അതേ പാനിലേക്ക് തന്നെ കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ വേറെ ഓയിൽ നമ്മൾ അഡീഷണൽ ചേർക്കണ്ട, അതിൽ തന്നെ ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പം ഞാനൊരു 5 മിനിറ്റ് നന്നായി ഇത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇപ്പം നമ്മൾ ചിക്കൻ അടച്ചു വെച്ചിട്ടൊരു ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ചിക്കനിൽ നിന്ന് നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലാണ് ചിക്കൻ കുക്കാവുന്നത്, അതുകൊണ്ടാണ് അഡീഷണൽ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാത്തത്. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്ക് അടച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ ഒന്നുകൂടി ഒന്ന് വരട്ടിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വരട്ടിയിടാം. ചില റെസ്റ്റോറൻറ്റിൽ ചുക്കയിൽ തേങ്ങാക്കൊത്ത് ഇടാറുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി റെസിപ്പിയാണ്. നമുക്ക് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്ന പണിയേ ഉള്ളൂ, അല്ലാതെ സാധാ ചിക്കൻ കറി വെക്കുന്ന പോലെ തക്കാളി വരട്ടുക, ഉള്ളി വരട്ടുക, അങ്ങനത്തെ പണികളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്